ഹലോ എഡി ലേഡീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിതിന് തൊട്ട് മുന്നുള്ള വീഡിയോയിൽ പറഞ്ഞിരുന്നു എൻഗേജ്മെൻറ്റ് വീഡിയോ ആയിട്ട് വരാമെന്നുള്ളത്. അപ്പോൾ ഒരാഴ്ചത്തെ ഗ്യാപ്പ് വന്നിട്ടോ അത് അപ്ലോഡ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളിതാ എൻഗേജ്മെൻറ്റിന് വേണ്ടി റെഡി ആയിട്ട് മേമയുടെ വീട്ടിലേക്ക് വന്നതാണ്. അപ്പോൾ പെൺകുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള മിഠായി ഡ്രസ്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് കാത്തു നിൽക്കുകയാണ്. വണ്ടി വരാൻ വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ബ്രേസ്ലെറ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതെല്ലാവർക്കും കാണിച്ചു കൊടുക്കണം മേമ. അപ്പോൾ ഇതാണ് ചെക്കൻ മുന്നത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവർ ഡ്രസ്സൊക്കെ ചെയ്ത് റെഡി ആയിട്ട് നിൽക്കുകയാണ്. പിന്നെ ഫോട്ടോ സെക്ഷനായി ഫോട്ടോഗ്രാഫർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഓരോരുത്തരായിട്ട് ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അഖിലിൻ്റെ കൂടെ നിന്നിട്ട് എല്ലാവരും ഇങ്ങനെ ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ അവരുടെ ഫാമിലി ഫോട്ടോ ആണ്. ഇതിലൊരാൾ കുറവുണ്ട്, ഒരനിയൻ എത്തിയിട്ടില്ല. അപ്പോൾ അവൻ്റെ ഒരു കുറവുണ്ട്. അപ്പോൾ അതാ ഉമ്മ വയ്ക്കുന്ന സീനൊക്കെ ആയിട്ട് ഫോട്ടോസ് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി, നല്ല തമാശയൊക്കെ ആയിട്ട് അങ്ങനെ ഫോട്ടോ സെക്ഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ വണ്ടി വന്നു എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയിട്ടോ വണ്ടിയിൽ കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ സാരിയാണ്, എല്ലാവരും കണ്ടല്ലോ അല്ലേ, സാരി പരാഗന്ന് എടുത്തതാട്ടോ. ഞാൻ മെറ്റീരിയൽ എടുത്തതാണ്. അപ്പോൾ വലിയ കുഴപ്പമില്ല, എല്ലാവർക്കും ഇഷ്ടമൊക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും വണ്ടിയിൽ കയറി. കുട്ടികൾ കുറച്ച് പേര് ബാക്കിലിരിക്കുന്നുണ്ട്. അവർ പാട്ടൊക്കെ വെച്ച് അടിപൊളിയായിട്ടൊക്കെ സെറ്റായിട്ട് അങ്ങനെ പോവുമായിരുന്നു. നീച്ച് നിൽക്കാനൊന്നും പറ്റില്ല, ഇരുന്നിട്ടുള്ള സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഞങ്ങൾ ജോളിയായിട്ട് പോയിട്ടോ. അപ്പോൾ പെൺകുട്ടിയുടെ വീട് വണ്ടൂർ എന്ന സ്ഥലത്താണ്. അപ്പോൾ കുറച്ചൊക്കെ ദൂരമുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ ഞങ്ങളിതാ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ പെൺകുട്ടിയുടെ വീട്ടിലെത്തി. പെൺകുട്ടി അറിയുന്നത് ശ്രീകുട്ടി എന്നാണ് അവളെ ഞങ്ങൾ വിളിക്കുന്നത്. അവരെ വീട്ടിൽ ശ്രീകുട്ടി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഞങ്ങളത് ശ്രീകുട്ടി എന്നാണ് വിളിക്കുന്നത് കേട്ടോ. പിന്നെ അങ്ങനെ ചടങ്ങും കാര്യങ്ങളൊക്കെ, ജാതകം കൈമാറലും അങ്ങനത്തെ ചടങ്ങും കാര്യങ്ങളൊക്കെ മുറ്റത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. വിളക്ക് കൊണ്ട് ഇങ്ങനെ ശ്രീകുട്ടി വന്നു പന്തലിക്ക്. പിന്നെ അവർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റേജൊക്കെ നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പോൾ അതിലവിടെ കയറിയിരുന്നു. പിന്നെ ശ്രീകുട്ടി വന്നിട്ട് സ്റ്റേജിലൊക്കെ കയറി. പിന്നെ അവിടെ സ്റ്റേജിൻ്റെ മുകളിൽ നിന്ന് അങ്ങനെ ചടങ്ങും കാര്യങ്ങളൊക്കെ നടന്നു. മിഠായി കൊടുക്കലും ബ്രേസ്ലെറ്റ് കെട്ടി കൊടുക്കലൊക്കെ മേമ ചെയ്തു. അപ്പോൾ അതൊക്കെ എല്ലാവരും കൈയൊക്കെ അടിച്ച് നല്ല ഹാപ്പി ആയിട്ട് എല്ലാവരും നോക്കി നിൽക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാ ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ആദ്യം മേമയും കുട്ടിച്ചനും നിന്നിട്ട് ഫോട്ടോ എടുക്കുകയാണ് അവരെ കൂടെ. അപ്പോൾ പിന്നെ ഉണ്ണി അനിയനും കൂടി നിന്നിട്ട് ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ആ ഫുഡ് കഴിക്കുന്ന സമയം അപ്പോൾ ഞങ്ങളിതാ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. സദ്യയാണ്, 2 തരം പായസമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല സദ്യയായിരുന്നു. അപ്പോൾ ഞങ്ങൾ സദ്യയൊക്കെ കഴിച്ചു. ഇതാ പായസം, പഴം പ്രഥമനും അടപ്പായസമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ സ്വാഭാവികമായിട്ട് റെസ്റ്റ് എടുക്കുകയായിരുന്നു എല്ലാവരും. കുറേ നേരമൊക്കെ വർത്തമാനം പറഞ്ഞിരുന്നു. പിന്നെ ഞങ്ങളൊന്ന് പുറത്തിറങ്ങി. ശ്രീകുട്ടിയുടെ വീട്ടിൽ പശു ഉണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങളൊന്ന് ഇങ്ങനെ ഇറങ്ങി നോക്കിയതാണ്. അപ്പോൾ നന്ദുവിന് ഭയങ്കര സന്തോഷമായി. അപ്പോൾ പശുവിനൊക്കെ കാണാൻ വേണ്ടി നന്ദുവിനെ കൂട്ടിയിട്ട് വന്നതാണ് കേട്ടോ ഞാൻ.
അപ്പോൾ അവളെ ഓരോന്നൊക്കെ കാണിക്കുന്നുണ്ട്. പേടിയൊക്കെ ഉണ്ട്. ഞാൻ ഒന്ന് തൊട്ട് നോക്കുമെന്ന് പറഞ്ഞത്, അപ്പോൾ നല്ല പേടിയുണ്ട്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വന്നു. അപ്പോൾ അവിടെ നായക്കുട്ടീനെയും കണ്ടിട്ട്, അപ്പോൾ അതും കൂടി വീഡിയോ എടുത്തതാണ്. അങ്ങനെ ഞങ്ങളിതാ തിരിച്ച് നമ്മളെ വീട്ടിലേക്ക് വരികയാണ്. നിശ്ചയം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഈ വീഡിയോയിലും ഈ പരിപാടിക്ക് ഏട്ടനും എത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഏട്ടൻ അപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളിതാ തിരിച്ച് പോകാം. അപ്പോഴേക്കും നന്ദുവിൻ്റെ ഹെയർ സ്റ്റൈലൊക്കെ മാറി, കോലം മുഴുവനും മാറി. അവിടെ ഞങ്ങൾ രാവിലെ എടുത്ത ഫോട്ടോസാണ് കേട്ടോ അത്. അപ്പോൾ ഫ്രണ്ട്സിൻ്റെ വീഡിയോ ഇതാ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എൻഗേജ്മെൻറ്റൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു. അവർ ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് ഒരു എൻഗേജ്മെൻറ്റ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ അതെന്താണെന്ന് ഞാൻ പുതിയ വീഡിയോയിൽ കാണിക്കാം. ആ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനി ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.